ഹലോ, റംസാനായിട്ട് രാവിലെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഷിഫാനയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുക, അങ്ങനെ ഞാൻ പോയതാണ്. പിന്നെ അവിടെ പോയിരുന്നിട്ട് ഞങ്ങളുടെ അനദർ പ്രിയപ്പെട്ട കൂട്ടുകാരി ബാംഗ്ലൂർ കറങ്ങാൻ പോയ സുമി അവിടെ ഇരുന്ന് വീഡിയോ കോൾ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സമയം എങ്ങനെ അവിടെ പോയിരുന്ന് ഫുഡ് കഴിച്ചു. ഫുഡെന്ന് വെച്ചാൽ ഒത്തിരി ഫുഡുണ്ടായിരുന്നു. കഴിച്ച് എൻ്റെ വയറൊക്കെ വീർത്ത്. അവളുടെ ഉമ്മച്ചിയും മാമിയും കൂടെ ഉണ്ടാക്കിയ നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മുകളിൽ സിറ്റ് ഔട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ സിറ്റ് ഔട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവളുടെ വീട്ടിലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ. നല്ല വിശാലമായ സിറ്റ് ഔട്ടാണ്. അതുമാത്രമല്ല, അവിടെ പോയിരുന്ന് കാറ്റൊക്കെ കൊണ്ട് സംസാരിച്ചൊക്കെ ഇരിക്കാൻ നല്ല രസമാണ്. സമയം പോകുന്നത് തന്നെ അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിരുന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിറയെ മാങ്ങ നിൽക്കണം. അങ്ങനെ ഞാൻ പോയി മാങ്ങയൊക്കെ പറിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഭയങ്കര പുളിപ്പാണടി, നിനക്കത് കഴിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടോ. ശരിക്കും സത്യമായിരുന്നു, ഭയങ്കര പുളിപ്പ് മാങ്ങ. പക്ഷേ പിള്ളേർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണം. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോണ്ടേന് ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളംസും കൂടെ കയറി മാങ്ങയും മുളകും പുളിയും ഉപ്പും എണ്ണയും കൂടെ കുഴച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പുത്രൻ ഇതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ഇങ്ങോട്ടൊന്നും വന്നതേ ഇല്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇന്ന് അവിടെ നിന്ന് മാങ്ങ കഴിച്ചുകൊണ്ടിരുന്ന് കുറേ നേരം ഇന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സമയം പോയി തന്നെ അറിഞ്ഞില്ല. ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി പോയിട്ടാ. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ റംസാനും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.